ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തനിക്കറിയാലോ, അന്ന് എന്റെ കാർ ഓടിച്ചിരുന്നത് ജഗന. ഒരു പക്ഷേ പോലീസ് ജഗനെ അറസ്റ്റ് ചെയ്യാൻ വന്ന ജഗന് പകരം നമുക്കൊരാളിനെ കൊടുക്കണ്ടേ? അതിന് താൻ തന്നെ ഒരാളിനെ സംഘടിപ്പിച്ച് തരണം. പിന്നെ ആള് വിശ്വസ്തനുമായിരിക്കണം. അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കാം. ഒരുപക്ഷെ കുറെ കാലം ജയിലിൽ കഴിയേണ്ടി വരുന്ന കേസല്ലേ, വലിയൊരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. അതൊക്കെ കൊടുക്കാമടോ. ആദ്യം താൻ ഒരാളെ ഇടപാട് ചെയ്ത് വയ്ക്കേ. പിന്നെ ഇടയ്ക്ക് ചാടിപ്പോകുന്നവനാവരുത്. ഇല്ല, ഞാൻ ഇന്ന് തന്നെ അതിനുള്ള ഏർപ്പാട് ചെയ്തിട്ട് സാറിനെ വിളിക്കാം. കഴിയുമെങ്കിൽ സാഗറിനെ കൂട്ടിക്കൊണ്ടുവന്ന് സാറിന്റെ മുന്നിൽ നിർത്തുകയും ചെയ്യാം. എന്താ പോരെ? എല്ലാവരും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വർഷ അബോർഷനായിട്ട് ഇരിക്കുകയാണ്. അത് പുള്ളിക്കാരിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. വളരെ ശ്രദ്ധ വേണം. ഡോക്ടറെ, എന്റെ മോൾക്ക് പേടിക്കാനൊന്നുമില്ല. വർഷയുടെ മനസ്സ് ഈ സംഭവിച്ച കാര്യങ്ങളൊന്നും അംഗീകരിക്കാൻ തയ്യാറല്ല. എന്നുവെച്ചാ വർഷയുടെ മാനസിക നില അത്ര ശരിയല്ല. കൗൺസിലിങ്ങിലൂടെ മാറും. ഇപ്പൊ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഡിസ്ചാർജ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഒരാഴ്ചത്തേക്കെങ്കിലും യാത്രകളൊക്കെ ഒഴിവാക്കണമെന്ന് അവരോട് പ്രത്യേകം പറയണം. നല്ല കെയർ കൊടുക്കണം. ഡോക്ടറെ, എന്റെ അമ്മ സരോജിനിയമ്മയുടെ അവസ്ഥ അതേ നിലയിൽ തന്നെയാ. പ്രത്യേകിച്ച് പ്രോഗ്രസ് ഒന്നും പറയാനാവില്ല. ICUവിൽ നിന്ന് മാറ്റും. വേണമെങ്കിൽ നിങ്ങൾക്ക് സരോജിനിയമ്മയെ ഇന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഡോക്ടർ, ഈ അവസ്ഥയൊന്ന് മാറിയിട്ട്. ഓക്കെ, പേഷ്യന്റ് മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ ഈ അവസ്ഥ എന്നുവരെ തുടരുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ വർഷങ്ങൾ എടുത്തുന്ന് വരും. ഇടയ്ക്ക് ചെക്കപ്പിന് കൊണ്ടുവരുന്നതാവും ബെറ്റർ എന്ന് തോന്നുന്നു. അടുത്ത ആഴ്ച ഡോക്ടർ അലക്സാണ്ടർ വരുന്നുണ്ട്. അദ്ദേഹം ഈ രോഗത്തിൽ സ്പെഷ്യലൈസ് ചെയ്ത ആളാണ്. അദ്ദേഹത്തിന്റെ കൺസൾട്ടേഷൻ ചിലപ്പോ നിങ്ങൾക്ക് ഗുണം ചെയ്യും. ശരി ഡോക്ടർ. സിസ്റ്റർ. യെസ് മാഡം. ആ സരോജിനിയമ്മയുടെ ഫയൽ കൂടി എടുത്തേക്കൂ. ഡിസ്ചാർജ് ആണോ മാഡം? അതെ. റിലാക്സ്. ഇതൊക്കെ സർവ്വസാധാരണമാണ്. അച്ഛാ, ഞാൻ വർഷയോടൊപ്പം മുത്തശ്ശിയും കൂടി വീട്ടിലേക്ക് കൊണ്ടുപോവാം. അത് വേണ്ട മോനെ. രണ്ടുപേരും എന്റെ വീട്ടിലേക്ക് പോരട്ടെ. ഏയ്, അത് വേണ്ട. വർഷം എന്തായാലും ഞാൻ എന്റെ കൂടെ കൊണ്ടുപോവാ.
അവസ്ഥയില് വർഷയോടൊപ്പം ഞാനുണ്ടാവണം. അത് ശരിയാ. അത് വർഷമോൾക്കൊരാശ്വാസമായിരിക്കും. എന്റെ വീട്ടിൽ നിന്നപ്പോഴാ മുത്തശ്ശിക്ക് ആപത്ത് പറ്റിയത്. ദയവ് ചെയ്ത് മുത്തശ്ശി എന്റെ കൂടെ അയക്കണം. അച്ഛാ, അച്ഛന്റെ അമ്മയെ പഴയ രീതിയിൽ ഞാൻ തിരിച്ചു തരാം. അത് വേണ്ട. വർഷയെയും അച്ഛമ്മയും നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ മതി. അതായിരിക്കും അവർക്കും കൂടി നല്ലത്. എടാ അതുപോലെ ചെയ്യാം. എടാ മോനെ, അങ്ങനെ ചെയ്യാം. ചെയ്യാവുന്ന മോനെ. അവനെ പിടിക്കാതെ സോറി, ഞാൻ അറിയാതെ. സോറി. വർഷയുടെ കാര്യത്തിൽ ഞാൻ ഇങ്ങനെ. എല്ലാരും എന്നോട് ക്ഷമിക്കണം. അവിടുത്തെ അമ്മയുടെ കാര്യത്തിൽ പിന്നെ മോനും ഇങ്ങനെയാ. അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഇതാണ് തീരുമാനം. വർഷം ഞാൻ തന്നെ കൊണ്ടുപോകും. അതാണ് എന്റെ തീരുമാനം. കൊട്ടാ